അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. മതി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനേക്കാൾ നല്ല തർജ്ജിമ, ഞാൻ നോയിക്കൊണ്ടിരിക്കവേ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ഞാൻ നോയിക്കൊണ്ടിരിക്കവേ സ്വർഗത്തിൽ എനിക്ക് ഒരു വാതിൽ തുറന്നു. പ്രൈസ് ദ ലോർഡ്. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പം, എല്ലാ ആഗ്രഹങ്ങളും അസ്ഥാനത്താകുമ്പം, ഇനിയും മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകാതിരിക്കുമ്പോഴും നോക്കുവാൻ തയ്യാറാകുന്ന വിശ്വാസികൾക്ക് തുറക്കുവാൻ ദൈവം വാതിലുകൾ കരുതിയിട്ടുണ്ട്. എല്ലാം അസ്ഥാനത്താകുമ്പോൾ, പത്മോസിന്റെ ദ്വീപിൽ കെട്ടിടങ്ങളില്ല, പത്മോസിന്റെ ദ്വീപിൽ കൂട്ടായ്മകളില്ല, പത്മോസിന്റെ ദ്വീപിൽ അങ്ങനെ വീടുകളില്ല, നിനക്ക് വേണ്ടി തുറക്കുവാൻ വാതിലില്ല അവിടെ. എന്നാലും എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കുന്ന യോഹന്നാനെ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിന്റെ ഒരു അളവ്, വിശ്വാസത്തിന്റെ ഒരു അടയാളം, വിശ്വാസത്തിന്റെ ഒരു സ്വഭാവമാണ് തുറന്ന വാതിലുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അടഞ്ഞിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ശീലാസും പൗലോസും, ദൈവത്തിന് പറയാനുള്ളത്, നീ അങ്ങനെ താല്പര്യം കാണിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി അതിന്റെ അടിസ്ഥാനങ്ങളെയും കുലുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് സാധിക്കുമെന്ന പ്രതീക്ഷ നിന്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ അവിടെ ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം അസാധ്യമായി, ഇനിയും ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന യോഹന്നാനെ, അതിൻ്റെയും നടുവിൽ ഏതോ ഒരു പ്രത്യാശ, ഏതോ ഒരു പ്രതീക്ഷ, എന്തോ ഒന്ന് സംഭവിക്കുമെന്നുള്ള ഉറപ്പ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. സൈഡിലോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല, അല്ലേ? താഴോട്ട് നോക്കിയാൽ വെറും മണൽ മാത്രമാണ്. വശങ്ങളിൽ നോക്കിയാൽ സഹോദരന്മാരില്ല, സ്നേഹിതന്മാരില്ല. തുറക്കുവാൻ ഒരു വാതിലും അവിടെ ഇല്ല. അടഞ്ഞ വാതിലുണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലും തുറക്കത്തുള്ളൂ. വാതിലെന്ന് പറയുന്നത് അവിടെ ഇല്ല. ജീവിക്കുവാനുള്ള മാർഗമില്ല. എന്തൊരു അത്ഭുതം നടക്കണമെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അത്ഭുതത്തിനുള്ള വടിമില്ല. എന്നാലും നോക്കുവാൻ തയ്യാറാകുന്ന ഒരു പ്രവാചകനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ നോയിക്കൊണ്ടിരിക്കവേ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് തുറക്കുവാൻ പോകുകയാണ്. ഞാൻ നോക്കിയിരിക്കവേ ഇതാ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ഈ പകൽക്കാലം നോക്കുന്ന വിശ്വാസികളോടുണ്ടോ? തുറക്കുന്ന ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കുന്ന വിശ്വാസി ഇതിന് നടുവിലുണ്ടോ? തുറക്കുന്ന ദൈവം ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നു? നിന്റെ ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വാ തുറന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലേ, തുറക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, തുറക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി എന്റെ ദൈവം വാതിലുകൾ അടഞ്ഞിരിക്കുവാൻ അനുവദിക്കത്തില്ല. വാതിലില്ലാത്തടത്ത് ശത്രു നിന്നെ ഇട്ടാൽ അവിടെ വാതിലുണ്ടാക്കി എന്റെ ദൈവം അത് തുറന്നെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ, നീ വാതിൽ അടച്ചെന്ന് മാത്രമല്ല, നീ വാതിലുകൾ എടുത്ത് മാറ്റിയെന്നിരിക്കും. എന്റെ ദൈവമോ അവിടെ ഒരു വാതിൽ കൊണ്ടൊന്ന് വെച്ച് അതിനെ തുറക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യതകളെ സൃഷ്ടിക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയുടെ നടുവിൽ വചനത്താൽ ഉളവാക്കുന്ന ദൈവം, ശൂന്യതയെ കണ്ടുകൊണ്ട് അവിടെ സൃഷ്ടിക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയിലേക്ക് സംസാരിക്കുന്ന ദൈവം, ഇരുളിന്റെ നടുവിൽ ആഴങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന ആത്മാവിനെ അയക്കുന്ന ദൈവം, സകലത്തെയും നോക്കി ഇതിന്റെ നടുവിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്ത ദൈവം, നീ ആയിരിക്കുന്ന ദ്വീപിന്റെ മീതെ കണ്ണുകൾ തുറന്നു നോക്കിയാൽ ഇതാ നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുന്നു. ദൈവം തുറന്നാൽ അതിന്റെ പ്രത്യേകത, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയമേ പരിചയപ്പെടുത്തുമ്പം, എല്ലാവരും സ്വന്തമേ പരിചയപ്പെടുത്തുമ്പം ബിസിനസ് കാർഡ് കൊടുക്കാറുണ്ട്. ബിസിനസ് കാർഡ്, ഐഡന്റിറ്റി കാർഡ് പോലെ കാർഡ് കൊടുക്കാറുണ്ട്. കാരണം അതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് ശരിയായിരിക്കണം, അതിൽ വെച്ചിരിക്കുന്ന ടെലിഫോൺ നമ്പർ ശരിയായിരിക്കണം. ആ നമ്പറിൽ വിളിച്ചാൽ ആ ആളിനെ കിട്ടണം. അതാ അതിൻ്റെ ഉദ്ദേശം. ബിസിനസ് കാർഡ് കൊടുക്കാറുണ്ട്. എൻ്റെ പേരിന്നത് നിന്നടുത്തു നിന്നാണ് വന്നതെന്ന് പറഞ്ഞേച്ച് ആദ്യം കാർഡ് കൊടുക്കും. വീട് പെയിന്റ് അടിക്കാൻ പെയിന്ററെ വിളിച്ചാൽ ഇപ്പം ആദ്യമേ അവർ കാർഡ് കൊടുക്കും.
ഏതെങ്കിലും കടയിൽ ചെന്നൊരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയോ ഒരു TV വാങ്ങിക്കുകയോ എന്താ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയോ ഇതെല്ലാം ആ കടക്കാരൊരു ആ വിൽക്കുന്ന മനുഷ്യൻ സാധാരണ ഒരു കാർഡും കൂടെ തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്പറെ വിളിച്ചാൽ മതി, ഈ കാർഡ് വെച്ചു. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരു കാർഡ് കൊടുക്കും. 1-ാം അധ്യായത്തിൽ ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഞാൻ തുറന്നാൽ ഒരു മനുഷ്യൻ, ഒരു ശക്തി, ഒരു വ്യക്തി അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിവുള്ളവനാ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ ഇറങ്ങി വന്നാൽ, ഈ പകൽക്കാലം മനുഷ്യർ തുറന്ന വാതിലുകൾ മാറട്ടെ. ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ, ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ, ദൈവം ചില വാതിലുകൾ തുറക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് വാ തുറന്ന് അല്പനേരം ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എന്റെ ദൈവമേ, ഈ പകൽ ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പേ ചില വാതിലുകൾ അങ്ങ് തുറക്കുവാൻ പോകുകയാണല്ലോ. ശബ്ദമുയർത്തി ഈ പകൽക്കാലം തുറന്ന വാതിലിൽ കൂടെ ചിലത് കടക്കുവാൻ പോകുകയാണ്. ആരും അടയ്ക്കാതെ വണ്ണം, രോഗത്തിന് അടയ്ക്കാതെ വണ്ണം, ഹല്ലേലൂയ, മരണശക്തികൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, മന്ത്രശക്തികൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ശാപശക്തികൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ദുഷ്ടന്മാർക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം ദാവീദിന്റെ താക്കോലുള്ളവൻ ചിലർക്ക് വേണ്ടി ഈ പകൽക്കാലം വാതിലുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ ദൈവം ചില താക്കോലുകൾ എടുക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ തുറക്കാൻ ഞാൻ ചില വാതിലുകൾ എന്റെ ദൈവം ചിലതിന് വേണ്ടി ഇതാ നിന്റെ വീതേ. സ്വോത്രം. ഹല്ലേലൂയ. എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതിരുന്ന സഹോദര, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. ഇനി നീ എങ്ങോട്ടും മാറത്തില്ല എന്ന് ശത്രു വിധി എഴുതിയെടുത്ത് ഇതാ നിനക്കൊരു നീക്കം. അസ്ഥിത്താഴ്വരയുടെ നടുവിലോട്ട് ഒരു താക്കോലുമായി ദൈവം പ്രവാചകനെ അയച്ചു. അസ്ഥിത്താഴ്വരകളെ നോക്കി ശത്രു പറഞ്ഞു, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? ഇല്ല, ജീവിക്കത്തില്ല. എന്നാൽ താക്കോലുള്ള പ്രവാചകൻ പറഞ്ഞു, യഹോവേ, നിനക്കറിയാം എന്റെ കണ്ണുകൾ ഞാൻ അടയ്ക്കത്തില്ല, എന്റെ ചെവി ഞാൻ അടയ്ക്കത്തില്ല. ഞാൻ നോക്കുകയാണ് ഒരു ചലനത്തിനായി. പാഖാവൃക്ഷത്തിന്റെ മീതെ ചലിച്ച അങ്ങയുടെ ആത്മാവ്, വെള്ളത്തിന്റെ മീതെ ചലിച്ച അങ്ങയുടെ ആത്മാവ്, നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നിറങ്ങിയ അങ്ങയുടെ ആത്മശക്തി ഈ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ, ഈ ഉണങ്ങിയതിനെ പച്ചപിടിപ്പിക്കുവാൻ. വാതിലുകൾ തുറക്കുന്ന ദൈവം, ഇല്ലാത്ത വാതിലുകളെ ഉളവാക്കുന്ന ദൈവം. കണ്ണു തുറന്നിരിക്കുന്ന വിശ്വാസിയെ നിനക്ക് വേണ്ടി ഇതാ ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിശ്വാസ കണ്ണുകൾ അടയ്ക്കുവാൻ, നിന്റെ പ്രതീക്ഷകളെ അടയ്ക്കുവാൻ, നിന്റെ താല്പര്യങ്ങളെ അടയ്ക്കുവാൻ, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ അടയ്ക്കുവാൻ ശത്രു നിന്നെടുത്ത് ഇതാ ദൈവം പറയുന്നു, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. വെളിപ്പാടിന്റെ കണ്ണു തുറക്ക്, ദർശനത്തിന്റെ കണ്ണു തുറക്ക്, സ്വപ്നത്തിന്റെ കണ്ണു തുറക്ക്. തുറക്ക്. കണ്ണു തുറന്നാൽ നീ നോക്കുന്നിടത്ത് ഇതാ വാതിൽ തുറക്കുകയാണ്. നീ നോക്കുന്നിടത്ത്, നീ നോക്കുന്ന ആ ഡയമെൻഷനിൽ, നീ നോക്കുന്ന ആ മണ്ഡലത്തിൽ, നീ നോക്കുന്ന ആ അളവിൽ, നീ നോക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇല്ലാതെ വാതിലിനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ തുറക്കുന്ന ദൈവം. സ്തോത്രം. പത്മോസിന്റെ ദ്വീപിൽ വന്ന സകലത്തെയും കൊന്ന ചെകുത്താൻ, പത്രോസിന്റെ ദ്വീപിൽ കാലുകുത്തിയ സകലത്തെയും കൊന്നുകളഞ്ഞ അവിടുത്തെ ദുഷ്ടശക്തികൾ, മനുഷ്യക്കുരുതിയെ കിട്ടിയെന്നോർത്ത് അട്ടഹസിക്കുന്ന അന്ധകാര ശക്തികൾ, ശൂന്യപ്രദേശങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ. യോഹന്നാനെ കണ്ടപ്പോ ഓർത്തു, ഇതാ പെന്തിക്കോസുകാരന്റെ ചോര കിട്ടിയല്ലോ. ആരാധിക്കുന്നവന്റെ ശവം ഇപ്പൊ ഞങ്ങൾ കാണുവാൻ പോകുകയാണ്. എടാ പിശാചേ, നിനക്കറിയാൻ വയ്യാത്ത ഒരു യഹോവ ഈരേ, അവനെ അയച്ച ദൈവം ഇതാ അവന് വേണ്ടി വാതിൽ തുറക്കുവാൻ പോകുന്നു. ശത്രുക്കളുടെ നടുവിൽ മേശൊരുക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവം. എന്റെ ദൈവം കരുതുന്നവൻ,
എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം കരുതുന്നവൻ. അബ്രഹാമേ, നീ മോറിയയുടെ മലയിൽ കയറുമ്പോൾ ഇതാ മറ്റേ വശത്ത് നിന്റെ മറുപടി കയറി വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒരു വശത്ത് അബ്രഹാം മകനുമായി കയറി വരിക. ഹല്ലേലൂയ. മറുപടിയില്ല, മറുപടിയില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. വീട്ടിൽ പറയാതെ ഇറങ്ങിയിരിക്കുന്നത് ചോദിക്കുന്നവരോട് എന്ത് പറയും അറിയത്തില്ല. എന്നാൽ കണ്ണുകൾ തുറന്ന് എന്നെ വിളിച്ച ദൈവം ഇതിന്റെ നടുവിലും ഒരു അത്ഭുതം ചെയ്യും. ചണ്ഡി കൂമാരങ്ങളിൽ നിന്നും എന്റെ ദൈവം ഒരു മകനെ ഉയർത്തും എന്ന കാഴ്ചയോടെ, എന്ന ദർശനത്തോടെ നടന്നു കയറുന്ന അബ്രഹാം പർവ്വതത്തിന്റെ ഒരു വശത്തൂടെ കയറുമ്പോൾ, പർവ്വതത്തിന്റെ ഒരു വശത്തൂടെ ഉയരത്തിലേക്ക് ദൈവത്തിലേക്ക് നോക്കി കയറുമ്പോൾ, മറുവശത്ത് ഇതാ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ഓടിച്ച് കയറ്റുകയാണ്. എടാ, മറ്റേ വശത്തൂടെ ഇതാ കയറി വരുന്നു ദൈവിക മറുപടി. ഹല്ലേലൂയ. ഇന്ന് നീ കാണാത്ത മറുപടി പർവ്വതത്തിന്റെ മീതെ നീ കാണുവാൻ പോകുകയാണ്. ആരാധനയുടെ പർവ്വതത്തിന്റെ മീതെ, പ്രാർത്ഥനയുടെ പർവ്വതത്തിന്റെ മീതെ, യാഗത്തിന്റെ പർവ്വതത്തിന്റെ മീതെ, സമർപ്പണത്തിന്റെ പർവ്വതത്തിന്റെ മീതെ. സ്തോത്രം, 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 സ്തോത്രം. ഏകാന്തതയുടെ പർവ്വതത്തിന്റെ മീതെ, വേദനയുടെ പർവ്വതത്തിന്റെ മീതെ, നഷ്ടമെന്ന പർവ്വതത്തിന്റെ മീതെ, എല്ലാം കൂടെ ഉള്ളതൊരു മകനാണ്. അവനെ യാഗം കഴിക്കുന്ന പർവ്വതത്തിന്റെ മീതെ, ഭാവിയില്ലാത്ത പർവ്വതത്തിന്റെ മീതെ നീ അറിയാത്ത ഒരു മറുപടി കയറി വരുന്നുണ്ട്. നീ അവിടെ എത്തുമ്പോൾ നിന്റെ മറുപടി അവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം കരുതിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ പർവ്വതത്തിൽ കയറുന്ന ദൈവം ഇതിലെ ഇതാ പത്മോസിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഒരു വാതിൽ തുറന്നിരിക്കുന്നു. My goodness. ഞാൻ നോക്കിയിരിക്കവേ, as I looked, ഞാൻ നോക്കിയിരിക്കവേ, ഞാൻ മരണമല്ല നോക്കിയിരിക്കുന്നത്, ഞാൻ പിശാചല്ല നോക്കിയിരിക്കുന്നത്, ഞാൻ ദുഷ്ടശക്തികളെയല്ല നോക്കിയിരിക്കുന്നത്, ഞാൻ പ്രതികൂലത്തെയല്ല നോക്കിയിരിക്കുന്നത്. അതിന്റെ നടുവിലും ഞാൻ ദൈവചലനത്തെ നോക്കിയിരിക്കുന്നു, ഞാൻ ദൈവകരത്തെ നോക്കിയിരിക്കുന്നു. ഓ, സ്വത്രം, 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 സ്വത്രം. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ചിലതിന്റെ ഹൃദയങ്ങളൊന്ന് കത്തട്ടെ, പുകയുന്ന ഹൃദയങ്ങളൊന്ന് കത്തട്ടെ. ഹല്ലേലൂയ. പുകയുന്ന ഹൃദയങ്ങളൊന്ന് ആളി കത്തട്ടെ. സ്വത്രം, 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 സ്വത്രം. നൃത്തം ചെയ്ത് പർവ്വതത്തിന് മേലിൽ കയറുന്ന, കണ്ണുകൾ തുറന്ന് ദൈവിക മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ദൈവവൈതലേ, ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുന്നു, സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ശത്രുക്കളുടെ കോട്ടയുടെ നടുവിലും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ചെകുത്താന്മാർ അമ്മാനമാടുന്നതിന്റെ നടുവിലും യോഹന്നാന്റെ നോട്ടം ദൈവത്തിന്റെ കരം എവിടെയാണ് ചലിക്കുന്നത്? I want to know. എന്റെ ദൈവമേ, അങ്ങയുടെ അടുത്ത ചലനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കറിയണം അങ്ങയുടെ ചലനം, അങ്ങയുടെ പോക്ക് എനിക്കറിയണം. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് എനിക്കറിയാം. ആഹാബിനെ ഓടിച്ചുവിടാൻ തയ്യാറായ ഏലിയാവ്, ഇസബേലിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാവുന്ന ഏലിയാവ്, മുഴങ്കാലുകളുടെ നടുവിൽ തലയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നോക്കുകയാണ്, മേഘം പൊങ്ങിയോ? എന്നെ കൊല്ലാൻ ആരെങ്കിലും വരുന്നുണ്ടോന്നല്ല. 400 അശേര പ്രതിഷ്ഠകളുടെ അശേരയുടെ പ്രവാചകന്മാരെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും 850 എണ്ണത്തിനെ വെട്ടിക്കൊന്നു. അവരുടെ അയൽവക്കക്കാരും അവരുടെ അങ്കിളന്മാരും
അവരുടെ വീട്ടുകാരും കൊല്ലാൻ വരുന്നുണ്ടോ എന്നല്ല നോക്കുന്നത്. ശത്രുക്കളുടെ നടുവിൽ 850 പേരെ കൊന്ന ഉടനെ വെറുതെ വെച്ചേക്കുമെന്ന വിചാരം? ആ വീട്ടിലെ മൂത്ത മക്കൾ വെറുതെ വെച്ചേക്കുമെന്ന വിചാരം? സഹോദരനെ കൊന്നതുകൊണ്ട് മറ്റു സഹോദരന്മാർ മിണ്ടാതിരിക്കുന്ന വിചാരം? ഏലിയാവെ, നിനക്ക് പുറകെ 850 അമ്പലങ്ങളുണ്ട്. ഓരോ അമ്പലത്തിലെ പ്രവാചകന്മാരും മരിച്ചപ്പോൾ ആ അമ്പലത്തിലെ തന്ത്രജ്ഞന്മാർ, അവിടുത്തെ പൂജാരികൾ, അവിടുത്തെ ട്രസ്റ്റീസ്, അവിടുത്തെ കുടുംബക്കാർ മൊത്തം അരയ്ക്ക് വാളുമായി ഇറങ്ങിയിരിക്കുക നിന്നെ കൊല്ലാൻ. എന്നാൽ പ്രവാചകന്റെ നോട്ടം ദൈവചലനം വന്നോ, ദൈവകരം ചലിച്ചോ. എനിക്ക് ശത്രുക്കൾ വിഷയമല്ല, എനിക്ക് പിശാച് വിഷയമല്ല. എന്റെ തോളിലിരിക്കുന്ന ഒരു ഈച്ച പോലെ, എന്റെ മുഖത്ത് കടിക്കാൻ വരുന്ന കൊതുക് പോലെ അതിനെ തട്ടിക്കളയാം, അത് വിഷയമല്ല. എനിക്കറിയേണ്ടത് ദൈവചലനമാണ്. കൈപ്പത്തിയോളം മേഘം പൊങ്ങിയോ? വാഗ്ദത്തത്തിന്റെ സമയമായോ? ആഹാബിന്റെ മുന്നിൽ ഓടാനുള്ള സമയമായോ? ഈ പകൽക്കാലം ദൈവ പ്രതീക്ഷയുള്ള ദൈവമേ, സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും ആവശ്യമാണ്, എല്ലാ ശുശ്രൂഷകളും ആവശ്യമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തെ മനോഭാവം നമ്മുടെ നിയന്ത്രണമാണ്. പൗലോസിന്റെ കൂട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. യെരമ്യാ പ്രവാചകൻ പോലും അത്രയും കഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ല. എനിക്ക് ചരിത്രം അറിയത്തില്ല, റോൺ ചാൾസ് വരുമ്പോൾ ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന പൗലോസ് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ പൗലോസിന്റെ അത്രയും ചിരിച്ച ആൾക്കാർ വളരെ കുറവാണ്. യെരമ്യാവിന്റെ അത്രയും കരഞ്ഞ പുള്ളികളും കുറവാണ്. മനോഭാവമായത്. സ്തോത്രം. പൗലോസിനെ കിണറ്റിലിട്ടാൽ ഇട്ടവനെ അവൻ സ്നാനപ്പെടുത്തും, ആ കിണറ്റി. അതാ മനോഭാവം. ഹല്ലേലൂയ. മനോഭാവത്തിന് ശക്തിയുണ്ട്, ചിന്തകൾക്ക് ശക്തിയുണ്ട്, വെളിപ്പാടുകൾക്ക് ശക്തിയുണ്ട്. എന്നാൽ അതുപോലെ ഹൃദയത്തിന്റെ ദർശനത്തിന് ശക്തിയുണ്ട്. ഈ പകൽക്കാലം ദർശനത്തിനെ പുതുക്കുന്നവർ, നിങ്ങളുടെ ചിറകുകളെ കർത്താവ് കഴുകന്റെ ചിറകിനെ പോലെ പുതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തെ പുതുക്കുവാൻ, മനസ്സിനെ പുതുക്കുവാൻ, ദർശനത്തിനെ പുതുക്കുവാൻ ഒന്ന് തയ്യാറായ ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുന്ന ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ദാവീദ്. ദൈവം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്, എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്. സോംബേരിയായിരിക്കും ചിലത്, ഇന്ന് നമ്മൾ കേട്ടു. മടിയന്മാരായിരിക്കും ചിലത്. അത് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് സ്വോത്രം പറയുമ്പോൾ ഞാൻ ഓർത്തു. പിന്നെ എനിക്ക് മനസ്സിലായത് മടിയന്മാർക്ക് പറയണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയുന്നില്ലായിരിക്കും. കാരണം മടിയൻ എന്ന പക്ഷെ എല്ലാവർക്കും ചില സ്വഭാവങ്ങളുണ്ട്. കോമൺ ഡിനോമിനേറ്റർ, ഒരേ സ്വഭാവം, ചില ലക്ഷണങ്ങൾ. ഒന്ന് അവരുടെ വിശ്വാസം, രണ്ട് അവരുടെ പ്രതീക്ഷകൾ. ശത്രുക്കളുടെ നടുവിൽ കിടക്കുന്ന ദാവീദും ഗുഹയ്ക്കകത്തിരുന്ന് പാട്ട് പ്രാക്ടീസാ. എന്റെടാ, നിന്നെപ്പോലൊരു വിവരം കെട്ടവൻ ഗുഹയ്ക്കകത്തിരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുക. ദാവീദ് എന്തിനാ? അല്ല, പുറത്തു വരുമ്പോൾ പാടാൻ വേണ്ടി ഇപ്പോഴേ എഴുതുക. ദർശനം, ദർശനം, ദർശനം. ശൗൽ രാജാവ് ഇവനെ വേട്ടയാടുക. ഈ ഓടുന്നതിന്റെ നടുക്കും ഒരു പുതിയ ട്യൂൺ. എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്ന ദൈവം. ഒരു പാട്ടാ. അല്ല, കാല് കഴയ്ക്കുന്നേ അയ്യോ പൊത്തോന്നല്ല. എന്റെ വിരലുകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന ദൈവം. ഈ ഓടുന്നതിന്റെ നടുക്ക് ഫെലിസ്ത്യനെ നോക്കുക. ഏതെങ്കിലും ഒരുത്തൻ ഇസ്രായേലിന്റെ ഗ്രഹങ്ങളുടെ അടുത്ത് വന്നാൽ അവനെ എറിയണം. ഇതിന്റെ ഇടയ്ക്കും അവൻ നോക്കുന്നത് ദൈവചലനമാണ്. ഒരു വശത്തുനിന്ന് ശൗൽ ഓടിക്കുന്നു, മറ്റേ വശത്തുനിന്ന് ഫെലിസ്ത്യൻ ഓടിക്കുന്നു. ഇതിന്റെ പുറകെ ദാവീദ് ദൈവത്തിന്റെ പുറകെ ഓട്ടം. God, I want to find you. മാൻപേടകൾ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയ്ക്കായി ദാഹിക്കുന്നു. അങ്ങ് എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. എൻ്റെ ശരീരം അങ്ങയ്ക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടു. ഐ വാസ് വെരി ടച്ച്ഡ്. പണ്ടൊരിക്കൽ ഈ ഡീർ മാൻ
നീർത്തോടുകൾ കാംക്ഷിക്കാൻ 2 കാരണങ്ങളുണ്ട് എന്നാ പറയുന്നത്. 2 കൂടുതൽ കാണും. മാനിനായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതിൻ്റെ അകത്തെ ഒന്ന് ദാഹമാണ്. അപ്പോൾ ഇവന് ചില വെള്ളം കിട്ടിയാൽ ഭയങ്കര പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് കാപ്പി കിട്ടുന്ന പോലെ ഒത്തിരിയുടെ എനർജി, ബലമാണ്. അതുപോലെ മാനിന് നീരൊഴുക്കുള്ള സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. കാരണം ഈ പല മൃഗങ്ങളും, വന്യമൃഗങ്ങൾ, കാർണിവോറസ് ആനിമൽസ്, മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് മാൻ്റെ മണം കിട്ടും. അപ്പം അറിയാം ഇന്ന ഡയറക്ഷനിലാവും പോയിക്കുന്നത്. മാൻ നടന്നപ്പോൾ അവൻ്റെ കാൽ സ്പർശിച്ച മണ്ണ്, ആ മാനിൻ്റെ വേർപ്പ് ചിലപ്പോൾ അവിടെ കാണും. ആ മണം മതി അതിന്. ആമേൻ. അങ്ങനെ മാൻ വെള്ളം നോക്കി ഇങ്ങനെ പോവും. അതിൻ്റെ കാരണം നീരൊഴുക്ക് കണ്ടു കഴിഞ്ഞാൽ മാൻ ചെയ്യുന്നത് നീരൊഴുക്കിൻ്റെ നടുവിൽ കൂടെ അങ്ങോട്ട് നടന്ന് അപ്പുറത്ത് കയറും. അപ്പം പറ്റുന്നത് ഈ പുറകെ വന്ന സിംഹം, കരടി, പുലി ഇങ്ങനെയുള്ള മൃഗങ്ങൾ വെള്ളം വരെ അതിന് മണം കാണും. വെള്ളം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മണമില്ല. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഇതിനറിയത്തില്ല.